അപ്പോൾ ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും റൈഡ് വിത്ത് ജാങ്കോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ സീൽ ലീക്കേജ് ഉണ്ടെങ്കിൽ അത് ഓയിൽ സീൽ മാറാതെ തന്നെ എങ്ങനെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ ഇതാണിപ്പോൾ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ സീൽ ലീക്കേജ് ഉണ്ട്. മറ്റേ ഫോർക്കും ലീക്കേജ് ഉണ്ടായിരുന്നു, അത് ഞാൻ ക്ലിയർ ചെയ്തു. അപ്പം ഈ ഒരു ഫോർക്ക് ഇപ്പോൾ ലീക്കേജ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ലീക്കാകുന്നു, ടയറിലേക്കൊക്കെ തെറിക്കുന്നുണ്ട് ആ ഒരു ഓയിൽ വന്നിട്ട്. ഞാനത് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം, ഒരു സെറ്റപ്പ്. അപ്പോൾ ആദ്യം എന്തായാലും ഈ ഒരു ഡസ്റ്റ് ക്യാപ്പ്, ഓയിൽ സീലിൻ്റെ ഈ ഒരു ഡസ്റ്റ് ക്യാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ഓയിലും ആ ഡസ്റ്റൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ച് കളയണം. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്തായാലും ആദ്യം ഈ ഡസ്റ്റ് ക്യാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. കാണാം അത്യാവശ്യം കയ്യിലൊക്കെ ലീക്കാവുന്നുണ്ട്. ഇനി ആ ഇരിക്കുന്ന ഓയിലും അതൊക്കെ ഒന്ന് ഒരു തുണി വെച്ചൊന്ന് തുടച്ച് കളയാം. ഫുള്ളൊന്ന് ക്ലീനായിട്ടൊന്ന് തുടയ്ക്കണം. നന്നായിട്ട് തുടക്കണം, കാരണം അതിനിടയ്ക്ക് ഇരിക്കുന്ന ഡസ്റ്റൊക്കെ ഒന്ന് കളയണം. അതുകൊണ്ട് ശരിക്കും ഒന്ന് തുടച്ച് വിടണം. ഇതൊക്കെ ലീക്കായിട്ട് അതിൻ്റെ അത് ശരിക്കും കയറിയിരിപ്പുണ്ടാകും ഫോർക്കിൻ്റെ ഇതിൻ്റെ അകത്ത്. ഇതാണ് സംഭവം. അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാതെ ക്ലീൻ ആയിട്ടുണ്ട്. അത് മതി. ഇനി വേണ്ടത് ഇത് ഈ ടൈപ്പ് ഒരു സാധനമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മിനറൽ വാട്ടറിൻ്റെ ഒക്കെ കുപ്പിയില്ലേ, പ്ലാസ്റ്റിക് കുപ്പി, അതിൻ്റെ കുപ്പിയാണത്, കുപ്പിയുടെ ആ പീസാണത്. അതായത് ഈ ഒരു ഷേപ്പിൽ ആ ഒരു കുപ്പി ഒന്ന് കണ്ടിച്ചെടുക്കുക. ഈ ഫ്ലാറ്റായിട്ടുള്ള ഭാഗമാണ്. ഈ ബമ്പ് പോലിക്കുന്ന ഈ ബബിൾസ് പോലിക്കുന്നതൊന്നും പറ്റത്തില്ല. ഈ ഫ്ലാറ്റായിട്ടിരിക്കുന്നത്, അതായത് സെൻറ്റർ ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഈ ഒരു ഫ്ലാറ്റായിട്ടുള്ളതാണ്. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ആദ്യം കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഇത് കറക്റ്റ് ഈ ഒരു ഫോർക്കിനകത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. അതിൻ്റെ ഈ ഒരു സീലിനകത്ത് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഇറക്കി വിടാം. പതിയെ ഇറക്കിയാൽ മതി. ഇങ്ങനെ പതിയെ 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 കണ്ടോ ഇറങ്ങിയിട്ടുണ്ട്. ഇത് വട്ടം കറക്കണം. ഇത് ഈ അകത്ത് വന്നുകൊണ്ട് പതിയെ ഇങ്ങനെ കറക്കിയെടുക്കണം. അപ്പോൾ ഡസ്റ്റെല്ലാം ഇതാണോ അതിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു ലീക്കേജ് ഉണ്ടാക്കുന്ന ഈ ഒരു സംഭവമാണ്. ഫോക്കസ് ആവുന്നില്ല കണ്ടോ, ഡസ്റ്റാണ്. അത് തുടച്ച് കളയണം. അതുപോലെ 1-2 പ്രാവശ്യം ഇങ്ങനെ ഇട്ടതൊന്ന് ക്ലീൻ ചെയ്യണം. അതിൻ്റെ അകത്തേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ കൈ ഇറങ്ങിയാൽ ഉപ്പോളും. ഇറക്കിയിട്ടൊന്ന് കറക്കിയാൽ മതി. കണ്ടോ അതിൻ്റെ ആ ഡസ്റ്റ്, അതിൻ്റെ പൊടി, വണ്ടി കഴുകുമ്പോൾ വീഴുന്ന വെള്ളവും എല്ലാം കൂടെ കൂടിയാണ് ഈ ഇറങ്ങി അങ്ങ് ചെല്ലണത്. നിങ്ങൾ ആ ഡസ്റ്റ് കിട്ടുന്നവരം വരെ ചെയ്താൽ മതി. സാധനം കീറിപ്പോയി, ഒന്നുകൂടെ കട്ട് ചെയ്യട്ടെ. നേരെ അങ്ങ് ഇറക്കി വിട്ടാൽ മതി. ഓക്കെയാണ്. ഇറക്കി വിടുക, കറക്കുക. ആണോ ഇത് പൊക്കിയെടുക്കുക. അതെ ഇതാണ് സംഭവം. ഇതിനകത്ത് കയറിയിരിക്കുമ്പോഴാണ് ഈ ലീക്കേജ് വരുന്നത്. അപ്പോൾ അതൊന്ന് ഒന്നുകൂടെ തുടയ്ക്കുക. ഇനി ഷോക്കൊന്ന് കുത്തിച്ച് നോക്കാം. ഷോക്ക് അത് ലീക്കേജ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാം. ഉണ്ടെങ്കിൽ അത് ചാടി വരും.
നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ലീക്കേജ് ഒന്നുമില്ല, അത് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ള പരിപാടി. 400 രൂപ മുടക്കി നമ്മൾ ഈ ഓയിൽ സീൽ മാറേണ്ട ഒരു കാര്യവുമില്ല. ഇതാണ് ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ്, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഫോർക്കിന് സ്ക്രാച്ച് വീണിട്ടാണ് ഇത് നമ്മുടെ ഓയിൽ ലീക്ക് ആകുന്നതെങ്കിൽ അത് നമ്മുടെ ഫോർക്കിൻ്റെ സ്റ്റമ്പ് തന്നെ മാറേണ്ടി വരും. അല്ലാതെ ഡസ്റ്റൊക്കെ കയറിയിരുന്ന നോർമലായിട്ടുള്ളൊരു ലീക്കേജ് ആണെങ്കിൽ ഈ ഒരു പരിപാടി ചെയ്താൽ മതി. കണ്ടോ, നല്ല പെർഫെക്റ്റ് ഓക്കെയാണ്, ഒരു തരി ലീക്കേജ് പോലും ഇല്ല, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇത് അത്യാവശ്യം ബൈക്കേഴ്സിനൊക്കെ ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ റൈഡ് വിത്ത് ജാങ്കോ സൈനിങ് ഓഫ്.